അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ഉദ്ദീപനങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന കാലത്തോളം, തെറ്റിദ്ധരിക്കുന്ന കാലത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. അപ്പം എന്താ വേണ്ടത്? ആ ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്താറാവണം. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നതായ ഈ സംവേദനങ്ങൾ സത്യമല്ല എന്ന് മനസ്സിലാക്കണം. അതിന് ആ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കണം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കണം. അതിന് മനസ്സാദ്യം ശുദ്ധമാവണം. മനസ്സിൽ ഈ വികാരങ്ങളാണ് ഞാനെന്നും എൻ്റേതെന്നും പിന്നെ തലതെറിച്ച 6 സന്താനങ്ങളും. ഈ 8 പേര് മനസ്സിനെ പ്രക്ഷുബ്ധമാക്കണു, കലുഷിതമാക്കണു, മലീമസമാക്കണു. എന്ത് കാര്യവും എൻ്റെ 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 എൻ്റെ. ഗുരുവായൂർ ചെന്നാലും നമ്മൾ പറയും എൻ്റെ ഗുരുവായൂരപ്പാന്ന്, അല്ലേ? ആ എൻ്റെ എന്നുള്ള പ്രിഫിക്സ് ഇല്ലാണ്ട് നമുക്കൊരു സാധനം പറയാൻ പറ്റില്ല. ലോകത്തിൽ എന്തെങ്കിലും എൻ്റെ ഉണ്ടോ? ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ മതി. എൻ്റെ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ലോകത്ത്? എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കണം, വേണ്ടേ? നമ്മൾ മലയാളത്തിൽ പറയല്ലേ, നമ്മുടെ പിള്ളേർ തന്നെ ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണില്ല. പിള്ളേരെ എന്തിനാ കുറ്റം പറയണം? നിങ്ങളുടെ ശരീരം പറഞ്ഞാൽ കേൾക്കണ്ടോ? ഓ, സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മൂക്ക് പൊത്തി പിടിച്ചാൽ മതി. 5 മിനിറ്റൊന്നും വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് വരും, അല്ലേ? തുമ്മാൻ വന്നാൽ തുമ്മാതിരിക്കാൻ പറ്റുമോ? ചുമ വന്നാൽ ചുമക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്തിനാ പരിചയമുള്ള ഒരാൾ തൊട്ടടുത്ത കസേരമേ വന്നിരുന്നാൽ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? തീർന്നില്ലേ നമ്മുടെ കഥ? അപ്പം നമ്മുടെ ശരീരം തന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ എന്ത് സാധന നമ്മുടെ ഉള്ളേ? ആചാര്യന്മാർ പറയും ഈ ശരീരം പോലും നിങ്ങളുടെ സ്വന്തമല്ല. അതുകൊണ്ടാണ് 25ാമത്തെ ഗുരുവായൂർ ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതു എന്ന് പറഞ്ഞത്. ഈ ശരീരം പോലും എൻ്റെ കൺട്രോളിലല്ല. ആണോ? ഈ ശരീരസംബന്ധിയായിട്ടുള്ളതല്ലേ ബാക്കിയെല്ലാം. അപ്പോൾ ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് സ്വന്തമായിട്ടുള്ളത്? ഒന്നുമില്ല. മിഥ്യാബോധമാണ്, അധ്യാസമാണ്, തെറ്റിദ്ധാരണയാണ്. എൻ്റെ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ പകുതി നേരെയാവും. പണ്ട് കൊച്ചുകുട്ടികളുടെ ഒരു മാഗസിൻ, മാജിക് പോട്ടാന്ന് തോന്നുന്നു, ഒരു മിനി കഥ വന്നു, ഇംഗ്ലീഷിലാണ്. ഭഗവാൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞു അത്രേ, 3 വാക്കേ പറഞ്ഞുള്ളൂ, ഐ വാണ്ട് ഹാപ്പിനെസ് എന്നാ. ഇത്രേ പറഞ്ഞുള്ളൂ, ഐ വാണ്ട് ഹാപ്പിനെസ്. അപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആദ്യത്തെ വാക്ക് അങ്ങോട്ട് വെട്ടിക്കളയൂ. എന്ത്? ഐ വെട്ടിക്കളഞ്ഞു. ഇനി രണ്ടാമത്തെ വാക്കും വെട്ടിക്കളയൂ, വാണ്ട്, അതും വെട്ടിക്കളഞ്ഞു. ഇപ്പം എന്തായി? ഹാപ്പിനെസ്. ഈ ഐ വാണ്ട് എന്നുള്ളതാ കുഴപ്പം. ഐ വാണ്ട് വെട്ടിക്കളഞ്ഞാൽ ഹാപ്പിനെസ് ആയില്ലേ എന്നാ. അപ്പോൾ എനിക്ക് വേണം, നമുക്കൊക്കെ കൈക്കോട്ടിൻ്റെ ആ ജീവൻ ഒക്കെ ഇങ്ങോട്ട് വന്ന് സർവമ്മേ വശമാനേ, അല്ല ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പത്തൂമ്പയുടെ ജീവനാ. ഇതാണ് കുഴപ്പമെന്നർത്ഥം. അപ്പോൾ നമ്മുടെ സന്തോഷം ദുഃഖം നമ്മൾ തന്നെ ഉണ്ടാക്കണം. മനവേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന ഈ വികാരങ്ങളെ ഉന്മൂലനം ചെയ്യാത്ത കാലത്തോളം, നിഷ്കാസനം ചെയ്യാത്ത കാലത്തോളം മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഉറപ്പാ. അപ്പോൾ ഈ വികാരങ്ങളെ ഒഴിവാക്കാൻ, ഈ മനസ്സിനെ ശാന്തമാക്കാൻ, പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കാൻ എന്താ മാർഗം? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മതിരിഘ ഗുണസക്ത ബന്ധകൃത് തേഷ്വസക്താതു അമൃതകൃത്. നമ്മൾ ബന്ധങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറയുന്ന ഉദാഹരണം ചക്കപ്പഴം തിന്നുന്ന പോലെയാണ്. നമ്മൾ ചക്കപ്പഴം തിന്നുമ്പോൾ അറിവുള്ളവർ പറയും ചക്ക നന്നാക്കാൻ നേരത്തെ കൈമ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിക്കോളൂ എന്ന്. ഇതറിയാത്തവനാണെങ്കിലോ എവിടെയൊക്കെ തൊട്ടോ അവിടെ മുഴുവൻ ഒട്ടും. വെട്ടോത്തിയമ്മ പശയായി, അതിന് നോക്കുമ്പോൾ കയ്യമ്മയായി. അപ്പോഴാണ് തല ചൊറിയാൻ തോന്നുന്നത്. അപ്പോൾ തല ചൊറിയുമ്പോൾ തലയമ്മയായി മുളഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ മുണ്ടമ്മയായി, അത് കൈകുത്തി എണ്ടപ്പോൾ നിലത്തായി. എവിടെയൊക്കെ തൊട്ടോ അവിടെയൊക്കെ ഒട്ടും. ഇതുപോലെയാണെന്നർത്ഥം. അപ്പോൾ ലോകത്തിലെ ചക്കപ്പഴം പോലെ ലോകത്തിലെ ആനന്ദത്തിനെ നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചെണ്ണ പുരട്ടണം.
അതാണ് ആ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കുക? ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധൈന വിദ്യതേ. വേറെ ഒരു മാർഗം കൊണ്ടും മനസ്സ് ശുദ്ധമാവില്ല. ഏതാ ഒരേ ഒരു മാർഗം? ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം. ആസക്തിയെ ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ശാണ്ഡില്യ മഹർഷി, വേദവ്യാസ മഹർഷി, നാരദ മഹർഷി, വസിഷ്ഠ മഹർഷിയൊക്കെ ഓരോരുത്തരും ഓരോ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിസ്തു സമദർശനം, എല്ലാത്തിലും ഭഗവാനുണ്ട്, എല്ലാം ഈശ്വരനാണ്. ഈശാവാസ്യമിതം സർവം, സർവം ഖല്ലുവിധം ബ്രഹ്മ, നേഹ നാനാസ്തി കിഞ്ചന എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നത് പോലെ എല്ലാത്തിലും ഈശ്വരാംശത്തിനെ കണ്ടുകൊണ്ട് സമദൃഷ്ടിയോടുകൂടി നടക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട് എന്ന് മഹാകവി ഉള്ളൂർ പാടിയതുപോലെ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന രീതിയിൽ എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന സമഭാവനയോടുകൂടി നടക്കുന്ന, സർവവും ശ്രീകൃഷ്ണാർപ്പണമസ്തു നാരായണായേതി സമർപ്പയേത്തൽ എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ആ ഭാവത്തിനെയാണ് ഭക്തി എന്ന് പറയുക. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള ആസക്തിക്ക് ഭക്തി എന്ന് പറയുക.